ഇന്ന് തുടക്കമാകുന്ന പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ 2 സുപ്രധാന ബില്ലുകൾ നിയമനിർമ്മാണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വഖഫ് ഭേദഗതി ബില്ലും മുസൽമാൻ വഖഫ് റിപ്പീൽ ബില്ലുമാണ് ഇവ രണ്ടും. പുറമെ സുപ്രധാനമായ 14 ബില്ലുകളും പാർലമെന്റിന്റെ പരിഗണനയിൽ വരും. രാജ്യത്ത് നിലവിലുള്ള ഏറ്റവും പഴയ നിയമങ്ങളിലൊന്നാണ് 1923 മുസൽമാൻ വഖഫ് നിയമം. 100 വർഷങ്ങൾക്ക് ശേഷം ഈ നിയമം റദ്ദാക്കാനുള്ള റിപ്പീൽ ബില്ലാണ് പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഒപ്പം രാജ്യം ഏറെ ചർച്ച ചെയ്ത വഖഫ് ഭേദഗതി ബില്ലും അവതരിപ്പിക്കും. 95 വഖഫ് നിയമം ഭരണഘടന അനുസൃതമായും ഭരണകാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുമായി പരിഷ്കരിക്കുന്നതാണ് വഖഫ് ഭേദഗതി നിയമം 2024. നേരത്തെ പാർലമെന്റിൽ അവതരിപ്പിച്ച ഭേദഗതി നിയമം സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരുന്നു. കടുത്ത രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളാണ് വഖഫ് സംബന്ധിച്ച് ഉണ്ടായത്. പ്രീണനത്തിന്റെ ഭാഗമായി വെറുപ്പ് വളർത്താനുള്ള നിയമമെന്നാണ് പ്രധാനമന്ത്രി ഇക്കഴിഞ്ഞ ദിവസം വഖഫ് നിയമത്തെ വിശേഷിപ്പിച്ചത്. कांग्रेस ने देश में यही खेल खेला. कांग्रेस ने तुष्टीकरण के लिए कानून बनाए, सुप्रीम कोर्ट के आदेश तक की परवाह नहीं की. इसका एक उदाहरण वक्फ बोर्ड है. दिल्ली के लोग तो चौंक जाएंगे. हालात ये थी कि 2014 में इन लोगों ने सरकार से जाते जाते दिल्ली के आसपास की अनेक संपत्तियां वक्फ बोर्ड को सौंप दी थी. बाबा साहब आंबेडकर जी ने जो संविधान हमें दिया है ना, जिस संविधान की रक्षा के लिए हम प्रतिबद्ध है, संविधान में वक्फ कानून का कोई स्थान ही नहीं है. സ്വത്ത് വഖഫിന്റേതാണെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം നിലവിൽ വഖഫ് ബോർഡിനാണ്. ഈ അധികാരം 2024 ഭേദഗതി ബിൽ ഒഴിവാക്കുന്നു. വഖഫ് ഭൂമി സർവേ ചെയ്യാൻ ഒരു കമ്മീഷണറെയും അഡീഷണൽ കമ്മീഷണറെയും നിയമിക്കാൻ ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വഖഫ് ബോർഡിലും കേന്ദ്ര കൗൺസിലിലും മുസ്ലിം മതവിശ്വാസികളല്ലാത്ത പ്രമുഖ വ്യക്തികളെ ഉൾപ്പെടുത്താനും വ്യവസ്ഥയുണ്ട്. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ബോർഡുകളിൽ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരവും വഖഫ് ട്രിബ്യൂണൽ ഉത്തരവിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നതുൾപ്പെടെയുള്ള വിവിധങ്ങളായ വശങ്ങളും ഉൾപ്പെടുന്നതാണ് ബിൽ. ബിൽ പാസ്സാകുന്നതോടെ വഖഫ് സംബന്ധിച്ചുയരുന്ന പരാതികൾക്ക് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. നാഷണൽ ഡെസ്ക്, ജനം.